സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആയിട്ട് ഇങ്ങനെ പാടി പോയ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് കുട്ടികൾ അങ്ങനെ പാടി പാട്ടിൻ്റെ ഫീൽഡിലേക്ക് പോന്നിട്ടുണ്ട്. അതിൽ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു മേഖലയിലേക്ക് ഇപ്പോൾ ക്രിസ്റ്റോ സേവിയർ, ടർബോ, ബ്രഹ്മയുഗ ഒക്കെ മ്യൂസിക് ചെയ്തിരിക്കുന്നതാണ്. ക്രിസ്റ്റോനെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു, ഇങ്ങനെ എൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തത് അവനൊരു ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതെ അതെ, ആ ഒരു മേഖലയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്കൂളിലെ മറ്റേ ടീച്ചർ ജോലിയാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പുറമെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം സ്കൂളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് ആദ്യം തൊട്ടേ നല്ല സപ്പോർട്ടാണ് മാനേജ്മെന്റ്. ഞാൻ അവിടെ +1 +2 അവിടെ പഠിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം നമ്മൾ നേരത്തെ ഇങ്ങനെ ഷോസിന് പോകുന്ന കാര്യമൊക്കെ. അപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. തിരിച്ച് നമ്മളും സ്കൂളിലെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മാക്സിമം നമ്മളും ട്രൈ ചെയ്യുന്നുണ്ട്. ബാലൻസ് ചെയ്ത് പോണത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഒരു ഫാമിലി ആയിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിലെ കാര്യം, പ്രോഗ്രാംസ്, അതൊക്കെ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ? അത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ് നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിന് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ പോകുമ്പോൾ കുട്ടികളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കും. അപ്പം എൻ്റെ പാരൻസ് ഉണ്ട്, ഇൻലോസ് ഉണ്ട്, അവരെല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലി ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രോങ് സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് വേണം തീർച്ചയായിട്ടും.